ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:44. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഒരു മനസ്സാവുക എന്നത് ചെറിയ ഒരു കാര്യമല്ല. ഒരു വീട്ടിൽ ഒരു മനസ്സാകാൻ സാധിക്കുന്നില്ലെങ്കിൽ നാട്ടിൽ എങ്ങനെ സാധിക്കും? എന്നാൽ ആദിമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് പറയുന്നത് നാം കേൾക്കണം. വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമായി മാറി. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം അവർ പൊതുവായി കരുതി. വിശ്വസിച്ചപ്പോൾ, ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവർ ഒരു മനസ്സായി മാറി. പിന്നെ എന്തെല്ലാം സ്വന്തമായി ഉണ്ടോ അത് സ്വന്തമല്ല, അത് പൊതുവിലുള്ളതാണ് എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായി. എല്ലാം ദാനമായിരിക്കെ ദാനമല്ലെന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ലഭിച്ചതൊക്കെ ദാനമാണെന്നുള്ള വലിയ ബോധ്യം അവർക്ക് ഉണ്ടായി. അത് സമയമാകട്ടെ, ആയുസ്സാകട്ടെ, സമ്പത്താകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, എന്തും ആകട്ടെ, എല്ലാം ദാനമാണ്. ദാനമായി ലഭിച്ചെങ്കിൽ ദാനമായി കൊടുക്കാനാ കർത്താവ് പഠിപ്പിക്കുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ കർത്താവിൽ അവർ വിശ്വസിച്ചപ്പോൾ അവർ ഒരു മനസ്സായി മാറി. എല്ലാം പൊതുവാണെന്ന തിരിച്ചറിവും അവർക്കുണ്ടായി. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ഈ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലും തരുന്ന വലിയ സന്ദേശം ഇത് തന്നെയാണ്. വിശ്വസിക്കുമ്പോൾ ഒരു മനസ്സായി മാറുക. നമ്മുടെ കർത്താവ് ഒരൊറ്റ പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ. അതിങ്ങനെയാ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ. എൻ്റെ പിതാവേ എന്നല്ല, ഞങ്ങളുടെ പിതാവേ എന്ന് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം. കൂടെയുള്ളവരെ മറന്നു പോകരുത്, അവരെയും കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.